പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിക്കുന്ന ഇന്നത്തെ ചിന്താവചനം പൗലോസ്ലിഹായുടെ ലേഖനം 2 കൊരിന്തോസ് 3 അധ്യായത്തിലെ 16 വചനമാണ്. പൗലോസ്ലിഹ പറയുന്നു, അതെ, ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടപ്പുണ്ട്. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുവാനോ അവൻ്റെ പ്രബോധനങ്ങൾക്ക് വില കൽപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഈ യഹൂദജനത്തെയാണ് പൗലോസ്ലിഹ ഇവിടെ സൂചിപ്പിക്കുന്നത്. കൊരിന്ത്യസിൽ ധാരാളം യഹൂദജനം കർത്താവിലേക്ക് തിരിഞ്ഞവരായിരുന്നു. പക്ഷേ വളരെ പേർ ഇനിയും വിഘടിച്ചു നിൽക്കുന്നു. അവരാകട്ടെ ഇന്നും അവരുടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ വരാനിരിക്കുന്ന രക്ഷകനായ യേശുവിനെ സൂചിപ്പിക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്ന തിരുവെഴുത്തുകൾ അതേ മൂടുപടം കൊണ്ട് ഇന്നും തമസ്കരിക്കുകയാണ്. പുറപ്പാട് കാലത്ത് മോശ ദൈവവുമായി മുഖാമുഖം സംസാരിക്കാൻ മലമുകളിലേക്ക് കയറി ചെല്ലുമ്പോഴെല്ലാം തൻ്റെ മുഖം മൂടുപടം കൊണ്ട് മറച്ചാണ് പോയിരുന്നത്. ദൈവത്തെ കണ്ടുമുട്ടി സംസാരിക്കുമ്പോൾ ആ മൂടുപടം മാറ്റിയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മുഖത്ത് പ്രശോഭിച്ചിരുന്ന അതിശയകരമായ തേജസ് മോശയുടെ മുഖത്തെയും ജ്വലിപ്പിച്ചിരുന്നു. മോശ ദൈവസന്നിധിയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ മങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ മുഖത്തെ ദൈവ തേജസ്സിൻ്റെ പ്രഭ പോലും ഇസ്രായേൽ ജനം ദർശിക്കാതിരിക്കാൻ തൻ്റെ മുഖം മറച്ചാണ് അവൻ അവരെ അഭിമുഖീകരിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ദൈവ തേജസ്സിൻ്റെ മങ്ങിയ പ്രഭ പോലും ഇസ്രായേൽ ജനം ദർശിക്കാതിരിക്കാൻ മോശ മുഖം മറച്ചത്? കാരണം അവരുടെ അയോഗ്യത അത്രയ്ക്ക് വലുതായിരുന്നു. അവരുടെ ഹൃദയം കടുപ്പമേറിയതായിരുന്നു. നൂറ്റാണ്ടുകളായി ഫറവോയുടെ അടിമത്വത്തിൻ്റെ ദുരന്തം പേറി തൻ്റെ ജനത്തെ ദൈവം മോശയുടെ നേതൃത്വത്തിൽ രക്ഷിച്ചു. എങ്കിലും രക്ഷകനായ യാഹ്വയോട് അവരെന്നും കലഹിച്ചിരുന്നു. ബാൽപയോറിലും മാസായിലും അവരത് മറനീക്കി പ്രകടിപ്പിച്ചു. ദൈവത്തോടവർ മറുതലിച്ചു. ആ മറുതലിപ്പിൻ്റെ മൂടുപടം ഇന്നും അവർ താൽമൂദ് വായിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ട്. രക്ഷകനായ യേശുവിലേക്ക് തിരിയുമ്പോഴല്ലാതെ അവർക്ക് ആ മൂടുപടം മാറ്റാനാവില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മഹത്വം, ഉത്ഥിതനായ യേശുവിലൂടെ നാം നേടിയ നിത്യജീവൻ്റെ വാഗ്ദാനം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. രക്ഷകനായ ദൈവമേ, അങ്ങ് അർപ്പിച്ച ഏകബലിയിലൂടെ സംജാതമായ നിത്യജീവൻ്റെ സമ്മാനം കൈനീട്ടി വാങ്ങുവാൻ ഞങ്ങളെ അങ്ങയോട് ചേർത്ത് നിർത്തണമേ. ആമേൻ.